സൂപ്പർ മാർക്കറ്റിനെതിരെയും കറുവാപ്പട്ടയ്ക്ക് വരെ ക്യാഷ് വിറ്റ് ഒരു കേസ് ഞാൻ കൊടുത്തായിരുന്നു. അത് കൊടുത്തിട്ടിപ്പോൾ 9 വർഷമായി. ആ കൊടുത്ത ബേസിൽ അട്ടപ്പെട്ട് മരിച്ചിട്ടിപ്പോൾ 5 വർഷമായി. ആ കേസ് ഇത്രയും നീണ്ടുപോകാനായിട്ട് എന്താ കാരണം എന്നുള്ളത് എനിക്ക് ഇതുവരെ പിടികിട്ടിയില്ല. കാരണം ഒരു ഫുഡ് കേസാണ്, മാക്സിമം ഒരു 6 മാസത്തിൽ കൂടുതൽ എടുക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇത് 9 വർഷം കഴിഞ്ഞിട്ടാണ് വിധി വന്നത്. വിധി ഇപ്പോൾ 6 മാസം മുമ്പേ വന്നു. അത് നടപ്പാക്കേണ്ടത് ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ എറണാകുളമാണ്. പുള്ളിനെ അപ്പം തന്നെ കോഴിക്കോടേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ കേരള സർക്കാരിന് പ്ലാന്റേഷൻ കോർപ്പറേഷന് കറുവ എസ്റ്റേറ്റിൽ നിന്ന് 17 ഉദ്യോഗസ്ഥന്മാരാണ് എൻ്റെ കാണാൻ വന്നത്. ഈ നിങ്ങളെ തോട്ടം ഈ നഷ്ടത്തിലായതുകൊണ്ടല്ലേ ഇങ്ങനെ പ്രശ്നമാക്കുന്നത്, അത് നമ്മൾ പ്ലാന്റേഷൻ കോർപ്പറേഷൻ പാട്ടത്തിനെടുത്ത് വലിയ തുക തരാം എന്ന് പറഞ്ഞ് എന്നെ പ്രലോഭിക്കാൻ നോക്കി. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, എനിക്കിത് എന്തായാലും എൻ്റെ പ്രശ്നമല്ല, ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ക്യാൻസർ വരുന്നതും ലിവർ കംപ്ലയിൻറ്റ് വരുന്ന ഒരു പ്രശ്നമാണ്, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ 2 വർഷം മുമ്പേ ഈ നിരോധിച്ച കാസിയ 2016 ഈ 0.3% മുകളിൽ കൊമറിനുള്ള കാസിയ നിരോധിച്ചായിരുന്നു. അത് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ നിരോധിച്ച കാസിയ ഇറക്കുമതി ഇന്ത്യയാണ്. അപ്പം ഭാഗ്യത്തിന് ആ ജഡ്ജ് ഈ 2 കേസും കൂടി ക്ലബ് ചെയ്ത് ഒരു വിധി പറഞ്ഞു. ഇപ്പം അതേ കേസിന് എപ്പീൽ എനിക്ക് സുപ്രീം കോടതിയിൽ പോകാൻ പറ്റി. കാരണം സുപ്രീം കോടതി എനിക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് വെറും 15,000 രൂപയ്ക്ക് മിഡിൽ ഇൻകം ലീഗൽ എയ്ഡ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടൊരു സൊസൈറ്റി ഉണ്ട്. അവർ ഈ കേസ് എന്ത് കേസാണെങ്കിലും 15,000 രൂപയ്ക്കാണ് എൻ്റെ കേസ് ഹാൻഡിൽ ചെയ്യുന്നത്. അവിടെ നിങ്ങൾക്കറിയുമെന്ന് അറിയത്തില്ല, 10 ടോപ്പ് വക്കീലന്മാരെ, നമ്മളെ പയ്യന്നൂർ വേണുഗോപാൽ ഉൾപ്പെടെ ഇവരെ കൺസൾട്ടേഷൻ ഫീസ് മാത്രം 15 ലക്ഷം ഉറുപ്പിയാണ് വരുന്നത്. അപ്പം എൻ്റെ കേസ് സുപ്രീം കോടതി എടുക്കാൻ കാരണം, ഇങ്ങനെ ഈ ലീഗൽ എയ്ഡ് സൊസൈറ്റി എടുക്കാൻ കാരണം, നേരത്തെ ഉണ്ടായിരുന്ന ചീഫ് ജസ്റ്റിസ് YB ചന്ദ്രചൂഡ് 2 വികലാംഗ പെൺകുട്ടികളെ ജാർഖണ്ഡിൽ നിന്ന് എടുത്ത് വളർത്തുന്നുണ്ട്. അപ്പോൾ 82 കമ്പനി നേരത്തെ തമിഴ്നാട്ടിൽ നിന്ന് മഞ്ഞൾപ്പൊടി മുളകൊടി ഉണ്ടാക്കി കേരളത്തിൽ വിറ്റുകൊണ്ടിരുന്ന നമ്മുടെ ഈസ്റ്റേണൊക്കെ വിറ്റുകൊണ്ടിരുന്ന മുളകൊടി മഞ്ഞൾപ്പൊടിൻ്റെ അകത്ത് തുണിക്കകത്ത് ഡൈ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മുളകിൻ്റെയും മഞ്ഞളുടെയും സത്തെടുത്ത ചണ്ടി, അതിൻ്റെ കൂടെ ഈ ഡൈയും പിന്നെ ഇതിന് പറ്റിയ എസൻസും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഈ വെറും 35 രൂപ ഒരു കിലോയ്ക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് 400 മുതൽ 500 രൂപയ്ക്ക് നല്ല പരസ്യവും കൊടുത്ത് മാർക്കറ്റിൽ നല്ല രീതിക്ക് ജനങ്ങളെ എത്തിക്കുക. ഇത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പം ക്യാൻസറും DNA മാറ്റം വരുത്തുക. അമ്മമാർക്ക് ഉണ്ടാകുന്ന കുട്ടികളൊക്കെ വികലാംഗയാവും. അന്ന് ഇപ്പോഴും 2 വികലാംഗ പെൺകുട്ടികളെ YB ചന്ദ്രചൂഡിനെ എടുത്തു വളർത്തുന്നുണ്ട്. അത് ഇതുകൊണ്ടാണെന്നുള്ളത് മനസ്സിലായി. എൻ്റെ ഗ്രാൻഡ് ഫാദർ കേരളത്തെ ആദ്യത്തെ MD ഡോക്ടറും കൂടി ആയതുകൊണ്ട് ഈ കേസ് എൻ്റെ അടുത്ത് നിന്ന് സുപ്രീം കോടതി എടുക്കുക ചെയ്തത്. ഈ 2 കേസിലും കൂടിയിട്ട് നിരോധിച്ച കറുവാപ്പട്ട ഇറക്കുമതി ചെയ്ത കേസിലും റിലയൻസും അസീസ് സൂപ്പർ മാർക്കറ്റിൻ്റെ കേസിലും 2ഉം കൂടി വിധി വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് നല്ലൊരു വിധി കിട്ടിയിട്ടുണ്ടല്ലോ, അത് ഇമ്മീഡിയറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സുപ്രീം കോടതി ഇടപെട്ടിട്ട് ശരിയാക്കി. രണ്ടാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഇപ്പം ഞാൻ ഇൻഫർമേഷൻ